മീഡിയേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ചാൻസ് ഉണ്ടെങ്കിലാണ് സാധാരണ മീഡിയേഷൻ ചെയ്തത്. മീഡിയേഷൻ വേണ്ട എന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തീരുമാനിക്കാം മീഡിയേഷൻ വേണോ വേണ്ടെന്ന്. കാരണം നമ്മൾ മീഡിയേഷന് ഒരു ഫോം ഫില്ല് ചെയ്ത് തന്നെ നമ്മൾ കക്ഷികളുടെയും വക്കീലന്മാരുടെയും ഒരു ആഗ്രഹപ്രകാരം ചെയ്യുന്ന മീഡിയേഷൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്യുമ്പോഴാണ് മീഡിയേഷൻ സെന്ററിലോട്ട് തന്നെ പോകുന്നത്. കോടതി മുമ്പ് ഞങ്ങൾ മീഡിയേഷനിൽ പോയി, എന്നാലും അവിടെയും നമുക്ക് സെറ്റിൽ ആവാൻ കഴിഞ്ഞില്ല. അത് കാരണമാണ് നമ്മൾ ട്രയലിലേക്ക് ഒരു കേസ് വരുന്നത് എങ്ങനെയാ? ആദ്യം കൗൺസിലിംഗ് ഫെയിൽ ആകുമ്പോഴാണ് മീഡിയേഷൻ വരുന്നത്. മീഡിയേഷന് ഫെയിൽ ആകുമ്പോഴാണ് ട്രയലിൽ വരുന്നത്. അപ്പം നമുക്ക് മീഡിയേഷൻ നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം. കൗൺസിലിംഗ് മസ്റ്റാണ് പ്രൊസീജിയർ പ്രകാരം. എന്നിട്ട് ആ ട്രയലിന് വരുന്ന സമയത്ത് നമുക്ക് കോടതിയുടെ മുമ്പേ മീഡിയേഷൻ ഫെയിൽ ആയിട്ടാണ് വരുന്നത്. നമുക്ക് കോടതിക്ക് കുറച്ചുകൂടെ അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു മീഡിയേഷൻ. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു മീഡിയേഷനോടെ അത് നമ്മൾ ഒഴിവാക്കിയല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാവാം. അത് ചിലപ്പോൾ വന്നിട്ട് കോടതിയുടെ മുമ്പേ കോടതിക്ക് ഇച്ചിരി പണി കൊടുത്ത പോലെയോ അല്ലെങ്കിൽ കോടതിയെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിച്ച പോലെയോ ഒരു ഫീൽ ഉണ്ടാവുക. പിന്നെ ചിലപ്പം ഒരുപാട് ടൈം മീഡിയേഷൻ എടുക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മീഡിയേഷൻ വേണ്ട എന്ന് പറയുന്നവരും ഉണ്ട്. അത് വ്യക്തിപരമായി ഒരിക്കലും ഒരു നിയമത്തിന് മുമ്പേ അതൊരു നമുക്ക് കേസിന് ദോഷം എന്ന് പറയാൻ പറ്റും.